ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2026 ഒരു സോംബി ഹൊറർ സർവൈവൽ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ 28 years later ദി ബോൺ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊരു ആദ്യ ഭാഗമുണ്ട്, അത് നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുമുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിലേ ആദ്യം അത് കണ്ടിട്ട് വന്നിട്ട് ഈ മൂവി കാണാൻ ശ്രമിക്കുക. അതിനുശേഷം ഈ ഒരു സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ആ ഒരു ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വരിക. അത് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് വന്നോ, എന്നിട്ട് ഈ ഒരു പാർട്ട് തുടങ്ങിക്കോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കണ്ടു നിർത്തിയത് സ്പൈക്ക് എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യൻ, നമ്മുടെ ഈ കഥയിലെ നായകൻ, തൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഒറ്റയ്ക്ക് അവൻ്റെ യാത്ര തുടങ്ങുന്നതാണല്ലോ. അവിടെ വെച്ചിട്ട് അവൻ കുറച്ച് ആളുകളെയും കാണുന്നുണ്ട്. ഇപ്പൊ കാണിക്കുമ്പോൾ നമ്മുടെ സ്പൈക്കിനെ ജിമ്മി എന്ന് പറഞ്ഞിട്ട്, സ്പൈക്കിനെ കൊണ്ടുപോയി അവൻ്റെ പേര് ജിമ്മി എന്നാണ്. അവനും അവനോടൊപ്പമുള്ള മറ്റു കുട്ടികളും സ്പൈക്കിനെ ചുറ്റി അവനെ കളിയാക്കുകയും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ജിമ്മി ആണെങ്കിലോ ഒരു രാജാവിനെ പോലെ ഇവരുടെ എല്ലാവരുടെയും നേതാവായിട്ട് ഓരോരുത്തരുന്ന് അവർക്കുള്ള നിർദ്ദേശം കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇവർ നോക്കി കളിയാക്കി ചിരിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ജിമ്മി സാത്താനെയാണ് ആരാധിക്കുന്നത്. അവന്റെ അച്ഛൻ തന്നെ സാത്താനാണെന്നാണ് അവൻ ഇവരോട് എല്ലാവരോടും പറയുന്നത്. അതേപോലെ തന്നെ ഇവരെ എല്ലാവരെയും ഭരിക്കുന്നതും അവനാണ്. എന്താണെന്ന് വെച്ചാൽ അവൻ സാത്താന്റെ മകനാണെന്നും അതുകൊണ്ട് തന്റെ സഹായികളായിട്ട് നിങ്ങൾ നിൽക്കണമെന്നും പറഞ്ഞിട്ട് ആ ഒരു പിള്ളേരെല്ലാം ഇവൻ അവന്റെ നിയന്ത്രണത്തിലാക്കി വെച്ചേക്കാണ്. എന്നിട്ട് ജിമ്മി പെട്ടെന്ന് ഇവരോട് നിർത്താനായിട്ട് പറഞ്ഞിട്ട്, ഞാനിപ്പോ എന്ത് ചെയ്യണം എന്നിങ്ങനെ ചോദിച്ച് എന്താണ് അവന്റെ അച്ഛനോട് ആ ഒരു സാത്താനോട് സംസാരിക്കുന്നത് പോലെ അവൻ സംസാരിച്ചിട്ട് ഇവരോട് പറയും, ഓക്കെ, നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, കാരണം എന്റെ കൂട്ടത്തിലേക്ക് ഒരാളും കൂടി വേണം. അതുകൊണ്ട് ഒരാള് അവനോട് ഫൈറ്റ് ചെയ്യണം. ആരാണോ ജയിക്കുന്നത് അവർക്ക് എന്നോടൊപ്പം വരാം. ഇപ്പൊ ആ കൂട്ടത്തിലുള്ള മറ്റു കുട്ടികളുണ്ടല്ലോ, അവർക്കെല്ലാവർക്കും ഇവൻ കൊടുത്തിരിക്കുന്ന പേരും ജിമ്മി തന്നെയാണ്. അതുകൊണ്ട് അതിൽ ഒരു ജിമ്മി ഒരു കത്തി എടുത്ത് നമ്മുടെ സ്പൈക്കിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകും. അപ്പൊ സ്പൈക്ക് ആണെങ്കിൽ ഇവരോടൊപ്പം പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്നാണ് വിചാരിച്ചത്. ഈ അവസ്ഥയാവുന്ന ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് അവന് വേറെ വഴിയില്ലാതെ അവനേക്കാൾ വലിയവനായിട്ടുള്ള ആ ഒരു പയ്യനുമായിട്ട് അവൻ ഫൈറ്റ് ചെയ്യുന്നു. ഒരവസരത്തില് നമ്മുടെ സ്പൈക്കിനെ അവൻ താഴേക്ക് തള്ളിയിട്ട് ഇപ്പൊ കളിയാക്കുന്നുണ്ട്, നിന്റെ കൂടെ ഒന്നും കഴിയത്തില്ല എന്ന് പറഞ്ഞ്. കൂടാതെ അവന്റെ കയ്യിലുള്ള ഒരു കത്തി അടുത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സ്പൈക്ക് രക്ഷപ്പെടാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് അവനെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസരത്തിൽ നമ്മുടെ സ്പൈക്ക് അവന്റെ പാന്റ് വലിച്ചങ്ങ് വരുന്നതും അവന്റെ ശ്രദ്ധ മാറുന്ന ആ ഒരു ഗ്യാപ്പില് കത്തി എടുത്ത് അവന്റെ തൊടയിലേക്ക് ഒരു ഒറ്റ കുത്തുകൊള്ളുമ്പോഴത്തേക്ക് അവൻ പറയും, ഓ നീ എന്നെ കുത്തിയല്ലേ, ദാ വരുന്നതെന്ന് പറഞ്ഞ് അവൻ ആ ഒരു കത്തി വലിച്ചു വരുമ്പോൾ തുടയിൽ നിന്നും ഒരുപാട് രക്തം പുറത്തേക്ക് പോകുന്നുണ്ട്. അവനത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ബാക്കിയുള്ള എല്ലാവരോടും രക്ഷപ്പെടുത്താൻ പറയുമ്പോൾ അവരെല്ലാവരും അവനെ നോക്കി ചിരിക്കുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇവൻ രക്തം പോയി അവസാനം താഴേക്ക് വന്ന് വീഴുന്നതും ഇവരുടെ ലീഡറായിട്ടുള്ള നേതാവുണ്ടല്ലോ ജിമ്മി എന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വന്ന് ഇപ്പൊ താഴെ കിടക്കുന്ന ആ ഒരു പയ്യനാണെങ്കിലോ രക്തം പോയിട്ട് അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ആ ഒരു വില്ലൻ അവിടേക്ക് വന്നിട്ട് അവന്റെ ആത്മാവിനെ മുകളിലേക്ക് സാത്താന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്ന പോലെ എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ബാക്കിയുള്ള കുട്ടികൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇവനോടൊപ്പം നിൽക്കുന്നത്. എന്നിട്ട് ആ വില്ലൻ നമ്മുടെ സ്പൈക്കിനോട് നിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അവൻ സ്പൈക്ക് എന്ന് പറയും. ഓക്കെ, ഇനി മുതൽ നിന്റെ പേര് സ്പൈക്ക് എന്നല്ല ജിമ്മി എന്നാണ് പറയുന്നതും. ബാക്കി എല്ലാവരും അവനെ ജിമ്മി എന്ന് വിളിക്കാണ്. ഇപ്പൊ ഈ കൂട്ടത്തിലുള്ള ഇവർക്ക് ആർക്കും വേറെ പേരൊന്നുമില്ല, എല്ലാവരുടെയും പേര് ജിമ്മി എന്നാണ്. അങ്ങനെ ആ വില്ലൻ തന്റെ ഗ്രൂപ്പിനെ വിളിച്ചിട്ട് ഇപ്പൊ നമ്മുടെ സ്പൈക്ക് ഉണ്ടല്ലോ അവനെയും ഇവരോടൊപ്പം തന്നെ കൂട്ടി ഈ നശിച്ചുപോയ ലോകത്തിലെ സർവൈവായിട്ട് ജീവിക്കുന്നവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ എല്ലാവരെയും കൊന്ന് വീണ്ടും ഇവരുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. അതാണ് ഇവ ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കാടിനുള്ളിൽ കാണിക്കുമ്പോൾ ഈ വൈറസ് ബാധിക്കാത്ത മനുഷ്യരുണ്ടല്ലോ, അവരിലൊരു 3 പേര് ഒരു മാനിനെ വേട്ടയാടാൻ വേണ്ടി കാടിനകത്തേക്ക് വന്നേക്കാണ്. എന്നിട്ട് ആ ഒരു മാനിനെ ഫോളോ ചെയ്ത് പോകുന്നതും പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ഒരു സോംബി ഈ കാടിനുള്ളിൽ നിന്നും അയാളെ കടിക്കാനായിട്ട് വരും. അപ്പൊ അവൻ പേടിച്ചിട്ട് നല്ല വേഗതയിൽ ഓടുന്നതും അവന്റെ പിറകെ കുറെ സോംബികൾ വരുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു ആൽഫ സോംബി, ഈ സോംബി അറിയാലോ, കഴിഞ്ഞ പാട്ടിൽ നമ്മൾ കണ്ടിരുന്നു. ആ സോംബി ഇപ്പോൾ അങ്ങനെ വന്ന് അവന്റെ മുന്നിലേക്ക് നിന്നിട്ട് ഇപ്പൊ അവൻ പെട്ടെന്ന് എന്നൊന്നും ചെയ്യരുത്, എന്നെ വിട്ടേക്കെന്ന് പറയുമ്പോൾ ആ സോംബിക്ക് ഇവനെ കാണുമ്പോഴത്തേക്കും മറ്റൊരു സോംബി പോലെ അല്ലെങ്കിൽ വേറൊരു രീതിയിലാണ് കാണുന്നത്. ഒരുപക്ഷെ സോംബികൾക്ക് ഇങ്ങനെയായിരിക്കും മറ്റുള്ളവരെ കാണുന്നത്. അതുകൊണ്ട് അവൻ അങ്ങനെ പിടിച്ചിട്ട് അവന്റെ തലയെല്ലാം വലിച്ചു മുറിച്ച് അവനെ കൊടൂരമായിട്ട് അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടറായിട്ടുള്ള കെൽസനെ കാണിക്കാണ്. കെൽസൻ മരിച്ചുപോയ ഓരോ സോംബികളായിട്ട് എടുത്തുകൊണ്ട് വരുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പാട്ടിൽ കണ്ട ഒരു ഗർഭിണിയായിട്ടുള്ള സോംബി ഉണ്ടല്ലോ, ആ ഒരു സോംബിയുടെ ശരീരം അവിടെ നിന്ന് വലിച്ചെടുത്ത് തന്റെ ബോൺ ടെമ്പിൾ ഉണ്ട് അതിനടുത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്കാണ് ഈ ആൽഫ സോംബി നമ്മുടെ ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് നടന്നു വരുന്നു. പക്ഷെ ദൂരെ നിൽക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് ഓടി വരുന്നില്ല. പതിയെ മുന്നിലേക്ക് വരുമ്പോൾ ഡോക്ടർ എന്താ ചെയ്യുന്ന വെച്ചാല് തന്റെ കയ്യിലുള്ള ആ ഒരു മയക്കുന്ന സൂചി ഉണ്ടല്ലോ അതും വെച്ചിങ്ങനെ നിൽക്കാണ്. അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അതിന്റെ ദേഹത്തേക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി. അപ്പൊ ഈ ഒരു സോംബി പതിയെ അടുത്തേക്ക് വരുന്നതും ഡോക്ടർ അതിന്റെ ദേഹത്തേക്ക് ആ ഒരു മരുന്ന് ഊതി വിട്ടുകൊടുക്കുന്നതും ആ സോംബി പെട്ടെന്ന് മയങ്ങാൻ തുടങ്ങും. എന്താണെന്ന് വെച്ചാൽ അതിന് പൂർണ്ണ കൺട്രോൾ ഇല്ലാതെ അങ്ങനെ മയങ്ങിയായിരിക്കും നിൽക്കുന്നത്. എന്നിട്ട് അടുത്തേക്ക് വന്ന് ഡോക്ടർ ഇപ്പൊ ആ ഒരു സോംബിയോട് സംസാരിക്കാൻ തുടങ്ങാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ ആദ്യം കാണുമ്പോൾ തന്നെ ഞാൻ നിനക്ക് ഒരു പേര് വെച്ചിരുന്നു, നിന്റെ ശരീരവും നിന്റെ മുടിയും ഇതെല്ലാം വെച്ച്, അതുകൊണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നെല്ലാം പറഞ്ഞ് അതിന്റെ ദേഹത്തുള്ള അമ്പുണ്ടല്ലോ അതെല്ലാം വലിച്ചൂരി ആ ഒരു മുറിവില് മരുന്നെല്ലാം വെച്ചു കൊടുക്കുന്നു.
അതുമല്ല നമ്മുടെ ഡോക്ടർ ഈ ഒരു സോംബികളെ സാധാരണ മനുഷ്യനാക്കിയിട്ടുള്ള ആ ഒരു കാര്യം അതിനുള്ള മരുന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ സംസാരിച്ച് ഓക്കെ നിനക്ക് ഇനിയും നല്ല ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് നടന്നങ്ങ് പോവാണ്. എന്നിട്ട് നേരെ താൻ താമസിക്കുന്ന ആ ഒരു ടെമ്പിൾ ഉണ്ടല്ലോ അതിനടുത്തേക്ക് ചെന്നിട്ട് ഇപ്പൊ കൊണ്ടുവന്ന ആ ഒരു സോംബിയുടെ ശരീരവും തീയിലിട്ട് കത്തിച്ച് അതിന്റെ എല്ല് മാത്രം പുറത്തേക്കെടുത്ത് അത് വെച്ചിട്ട് ആ ഒരു ടെമ്പിളിലെ പല ഭാഗങ്ങളിലായിട്ട് കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് അവിടെ തന്നെ നമ്മുടെ ഡോക്ടറിനെ താമസിക്കാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട്. അതിനടിയിലേക്ക് പോയിട്ട് എല്ലാ സെറ്റപ്പും ഈ കറണ്ട് ഉൾപ്പെടെ എല്ലാ സെറ്റപ്പും അതിനകത്ത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മ്യൂസിക് എല്ലാം പ്ലേ ചെയ്ത് അതിനകത്ത് കിടന്ന് ഡാൻസ് കളിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഡോക്ടർ നേരെ മുകളിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇന്നലെ വന്ന ആ ഒരു സോംബി ഉണ്ടല്ലോ ആ സോംബിക്ക് ഈ ഡോക്ടർ ഇട്ടേക്കുന്ന പേര് സാംസൺ എന്നാണ്. ഇപ്പോൾ സാംസൺ വീണ്ടും അതേ സ്ഥലത്ത് വന്ന് നിൽക്കുന്നു. ഇത് കണ്ട ഡോക്ടറിന് പെട്ടെന്ന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഇന്നലത്തെ പോലെ അത്രയും ആക്രോശമായിട്ടൊന്നുമല്ല വന്നിട്ടുള്ളത്, കുറച്ചുകൂടി ശാന്തമായിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ സാംസൺ ഇന്നലെ ഞാൻ നിനക്ക് തന്ന ആ ഒരു മരുന്ന് പ്രവർത്തിക്കുന്നുണ്ടോ, നിനക്കത് വീണ്ടും വേണോ? അങ്ങനെയാണെങ്കിൽ അടുത്തേക്ക് വരാൻ പറയുന്നതും സാംസൺ എന്ന് പറഞ്ഞ ഒരു സോംബി ഇപ്പോൾ പതിയെ അടുത്തേക്ക് നടന്നു വരുന്നു. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കത്തില്ല, ആ ഒരു സോംബിക്ക് ഇവൻ കൊടുത്ത ആ ഒരു മരുന്നുണ്ടല്ലോ ഏതെങ്കിലും രീതിയിലുള്ളൊരു ലഹരിയായിട്ട് തോന്നിയിട്ടുണ്ടാവാം. അതിനു വേണ്ടിയിട്ടായിരിക്കും വീണ്ടും വന്നിട്ടുള്ളത്. അങ്ങനെ പതിയെ നമ്മുടെ ഡോക്ടറിന്റെ അടുത്തേക്ക് നടന്നു വരുന്നതും ഡോക്ടറും അത് മനസ്സിലാക്കിയിട്ട് അടുത്ത് വരുമ്പോൾ പെട്ടെന്ന് ആ ഒരു സൂചി ദേഹത്തേക്ക് കുത്തിയങ്ങ് വെച്ചു കൊടുക്കും. അങ്ങനെ സാംസൺ എന്ന് പറഞ്ഞ ഒരു സോംബി അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അതിനടുത്തായിട്ട് തന്നെ ഈ ഡോക്ടർ എഴുന്നിട്ട് പറയുന്നുണ്ട്, ഈ ലോകത്ത് ഇനി ജീവിക്കാനായിട്ട് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല, ഇഷ്ടമില്ലാതെയാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ തന്ന മരുന്ന് നിനക്ക് വർക്കാവുന്നുണ്ടോ ഇല്ലയെന്ന് അറിയണം. ഈ മരുന്നിന്റെ എഫക്റ്റ് തീരുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, വേണമെന്നുണ്ടെങ്കിൽ എന്നെ കൊന്നു തിന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഡോക്ടറിനെ തന്നെ അവർ മയങ്ങുന്ന മരുന്നെടുത്ത് കുത്തിവെച്ചിട്ട് അങ്ങനെ മയങ്ങി അവന്റെ അടുത്ത് കിടക്കുന്നതും കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടറിന് ബോധം വന്ന് കണ്ടുകൊടുന്ന് നോക്കുമ്പോൾ ആദ്യം തന്നെ തൊട്ട് നോക്കുന്നത് തന്റെ തലയാണ്. അപ്പൊ തലയ്ക്കൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അടുത്ത് നോക്കുമ്പോൾ സാംസൺ എന്ന് പറഞ്ഞ ഒരു സോംബിയെ അവിടെ കാണുന്നില്ല. എന്താന്ന് വെച്ചാല് ആ സോംബി ഡോക്ടറിനെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ താൻ കണ്ടുപിടിച്ച ആ ഒരു മരുന്ന് എന്തായാലും വർക്കാവുന്നെന്ന് പറഞ്ഞ് നമ്മുടെ ഡോക്ടർ സന്തോഷം കാരണം അവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞെന്താണ് ഓരോ ദിവസവും നമ്മുടെ സാംസൺ ഡോക്ടറെ കാണാനായിട്ട് വരുന്നു. അതേപോലെ തന്നെ അവന്റെ ശരീരത്ത് ആ ഒരു മരുന്ന് കുത്തിവെച്ച് അവന്റെ മാറ്റത്തിൽ നമ്മുടെ ഡോക്ടറും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അവനോടൊപ്പം ഡാൻസ് കളിക്കുന്നു, സംസാരിക്കുന്നു, ഒരു സുഹൃത്തിനെ പോലെയായി മാറുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നതും ഇപ്പോൾ മറ്റൊരിടത്തൊരു കാടിനുള്ളിൽ 3 പേര്, 2 ചെറുപ്പക്കാരും അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള ഒരാളും വേട്ടയാടാൻ വേണ്ടി കാടിനുള്ളിലേക്ക് വന്നേക്കാണ്. മാനോ മുയലോ എന്തായാലും മതി. അങ്ങനെ 3 പേര് നടന്നു പോകുമ്പോൾ ഒരു സോംബി അതുവഴിയെ നടന്നു പോകുന്നു. അപ്പൊ അതിൽ പ്രായമുള്ള ഒരാള് ഓക്കെ ഞാൻ പോയി അതിനെ കൊന്നിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ ആ സോംബിയുടെ അടുത്തേക്ക് വന്നിട്ട് അതിനെ കൊല്ലാനായിട്ട് വരുന്നതും ആ ഒരു സോംബി ഇയാളെ കണ്ടു. എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞൊരു ശബ്ദം ഉണ്ടാക്കുന്നതും അയാള് അതിനെ കൊല്ലുന്ന സമയം കൊണ്ട് മറ്റുള്ള സോംബികള് ആ വശത്തേക്ക് ഓടി വരികയാണ്. ഇത് കണ്ട ആ ഒരു പെണ്ണുമാണ്. അവര് രണ്ടുപേരും തിരിച്ചോടും. പക്ഷെ ആ ഒരു വയസ്സായിട്ടുള്ള ആള് തിരിഞ്ഞു നിന്ന് ഇവരോടൊപ്പം ഓടി വരാൻ ശ്രമിക്കുമ്പോൾ അയാളെ കൊണ്ട് കഴിയുന്നില്ല. പലയിടങ്ങളിൽ നിന്ന് സോംബിയുടെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അയാൾ പറയും, എന്നെ വിട്ടിട്ട് പോകരുത് പ്ലീസ്, എന്നെ സഹായിക്കാൻ പറയുന്നുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും അത് കേൾക്കാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അവസാനം അയാളെ ഈ കാടിനുള്ളിൽ നിന്ന് വന്ന ബാക്കി സോംബികളുണ്ടല്ലോ അതെല്ലാം കൂടി ചേർന്ന് കൊല്ലുകയും ചെയ്യാണ്. അങ്ങനെ രക്ഷപ്പെട്ട ഈ രണ്ടുപേരുണ്ടല്ലോ അവര് രണ്ടുപേരും ഇപ്പോൾ ഒരു ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരികയാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ അവിടെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്, ഒരു വലിയ ഫാം കാര്യങ്ങളൊക്കെ. ഇതിനകത്താണ് ഇവരെല്ലാവരും ഈ ഗേറ്റുകളായിട്ടിട്ട് ഈ സോംബികളൊന്നും വരുന്ന ഇവർ അറ്റാക്ക് ചെയ്ത് ജീവിക്കുന്നത്. അങ്ങനെ അകത്തേക്ക് വന്നിട്ട് അവിടെ ഒരു വയസ്സായിട്ടുള്ള അപ്പുവിനോട് പറയും, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, കാടിനുള്ളിൽ വെച്ചിട്ട് ഒരാൾക്ക് അപകടം സംഭവിച്ചു എന്ന് പറയുമ്പോൾ ആ അപ്പൂവൻ പറയും, ഇവിടെ അതിഥികളുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്ത്, അത് ഇവിടെ അതിഥികളുണ്ടെന്ന് പറയുന്നതും നമ്മുടെ വില്ലൻ ടീമുണ്ടല്ലോ അവരെല്ലാവരും ഈ സ്ഥലത്തേക്ക് വന്ന് ഇവിടെ കണ്ടുപിടിച്ചിട്ട് ഈ വീടിനകത്ത് എല്ലാവരും കയറിയിരിക്കുകയാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരെയും കൂട്ടിയിട്ട് ഇപ്പോൾ പുറത്തു നിന്നും വില്ലന്റെ കൂടെയുള്ള ഒരു പെണ്ണ് ഇവരെ രണ്ടുപേരെ തള്ളി അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ അകത്ത് വില്ലനും അവന്റെ കൂടെയുള്ള ആ ഒരു പിള്ളേരുണ്ടല്ലോ ഇവരെല്ലാവരും അകത്തിരുന്ന് ആഹാരം കഴിക്കുന്നു. വേറെ വഴിയില്ലാതെയാണ് ഈ വീട്ടുകാർ അവർക്ക് ആഹാരം കൊടുക്കുന്നത്. അപ്പൊ അകത്തേക്ക് വന്ന ആ ഒരു പെണ്ണ് ചോദിക്കും, അല്ല നിങ്ങളാരാ, നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ എന്ത്, ഞങ്ങളിവിടെ എന്ത് ചെയ്യുന്നെന്നോ, ഞങ്ങൾ നിങ്ങളുടെ അതിഥികളാണ്, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു, നിങ്ങൾ ഞങ്ങൾക്ക് ആഹാരം തന്നു, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, മനസ്സ് നിറഞ്ഞു എന്നെല്ലാം പറയുമ്പോൾ ഇവന്റെ കൂട്ടത്തിലുള്ള വേറൊരു പെൺകുട്ടി ഉണ്ടല്ലോ അവളോട് അവിടെ ഡാൻസ് കളിക്കാൻ പറയും. അവൾ ഭയങ്കര വിയേഡായിട്ട് ഡാൻസ് കളിക്കുമ്പോൾ അത് കണ്ടിട്ട് ഈ വീട്ടുകാർക്ക് സഹിക്കുന്നില്ല. പക്ഷേ ഇവന്റെ കൂടെയുള്ള എല്ലാവരും വല്ലാത്ത രീതിയിൽ ചിരിക്കുന്നുണ്ട്. നമ്മുടെ സ്പൈക്ക് ഒഴിച്ച്, കാരണം അവൻ ഈ ഒരു കൂട്ടത്തോട് നടക്കാതെ വേറെ വഴിയില്ല, ഇഷ്ടമില്ലാതെയാണ് അവൻ ഇവരോടൊപ്പം നടക്കുന്നത്. അപ്പൊ അകത്തേക്ക് വന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ അവളുടെ പേര് മാർത്ത എന്നാണ്. അവൾ പറയും, ശരി നിങ്ങൾ എപ്പോഴാണ് ഇവിടെ നിന്ന് പോകാൻ പോകുന്നേ എന്ന് ചോദിക്കുന്നതും വില്ലൻ പറയും, എന്ത് ഞങ്ങൾ ഇവിടെ നിന്ന് പോകണമെന്നോ, ശരി ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങളെല്ലാവരെ കൊന്നിട്ടേ പോകത്തുള്ളൂ എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന മാർത്തയുടെ ഭർത്താവ് ദേഷ്യം കാരണം അവിടെയുള്ള ചൂടുവെള്ളം എടുത്ത് ഇവരുടെ എല്ലാവരുടെ ദേഹത്തേക്ക് ഒഴിച്ചു കൊടുക്കും. ഇത് കാരണം ബാക്കിയുള്ളവർക്ക് ദേഷ്യം വന്നിട്ട് ഇവരെല്ലാവരെയും പിടിച്ചു വയ്ക്കാണ്. ഈ ഗ്യാപ്പിൽ നമ്മുടെ മാർത്തയുടെ അവളുടെ ഭർത്താവ് പറയും മോടി രക്ഷപ്പെടാൻ പറയുമ്പോൾ മാർത്ത പെട്ടെന്ന് അവിടെ നിന്നും വെളിയിലേക്ക് ഇറങ്ങി ഓടും. അവളെ എന്തായാലും ഇവർക്ക് പിടിക്കാനായിട്ട് കഴിയത്തില്ല. പുറകെ ഒരുത്തനെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിലും
അവനും അവളെ പിടിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ബാക്കിയുള്ള ആ വീട്ടിലുള്ള എല്ലാവരും ഉണ്ടല്ലോ, അവരെല്ലാവരെയും പിടിച്ചിട്ട് അടുത്തുള്ള വലിയ ഒരു ഫാമിനുള്ളിലേക്ക് കൊണ്ടുവരാണ്. ഇപ്പോൾ വില്ലന്റെ കൂടെയുള്ള മറ്റൊരു പെണ്ണ് അവളെ മാർത്തേനെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു വിടുന്നതും അവളിപ്പോൾ വെളിയിലേക്ക് വന്ന് മാർത്തെ അന്വേഷിച്ച് പോകുമ്പോൾ ഒരു സോംബി അവളുടെ മുന്നിലേക്ക് ഓടി വരുന്നു. അവളാണെങ്കിലോ ആ ഒരു സോംബി അങ്ങനെ കൊന്നതിന് ശേഷം അപ്പൊ ഈ പെണ്ണുണ്ടല്ലോ, ഇവളെ നമുക്ക് എന്തായാലും ഹീറോയിൻ എന്ന് വിളിക്കാം. അങ്ങനെ അവൾ ആ ഒരു സോംബിയെ കൊന്നിട്ട് മാർത്തെ അന്വേഷിച്ച് കുറെ ദൂരം പോകുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഡോക്ടറിനെ കാണിക്കുമ്പോൾ സാംസണിനെ വീണ്ടും ആ ഒരു മരുന്ന് കുത്തിവെച്ചിട്ട് ഇപ്പോൾ സാംസണിനോട് നിന്ന് ഡാൻസ് കളിക്കാണ്. ഇത് നമ്മുടെ ഹീറോയി കുറച്ച് ദൂരെ നിന്ന് ഒരു ബൈനോക്കുലർ വഴി കാണും. അപ്പൊ ഇതുപോലെ ഈ ഒരു സോംബികളുടെ തലവനായിട്ടുള്ള ആൽഫയായിട്ട് ഇതുപോലെ സാധാരണ ഒരു മനുഷ്യൻ ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും അവൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതേസമയം ഇവിടെ നമ്മുടെ സ്പൈക്കിനെ കാണിക്കുമ്പോൾ സ്പൈക്ക് അവരോടൊപ്പം പേടിച്ച് നിൽക്കാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ വില്ലൻ ആ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ബാക്കിയുള്ളവരുണ്ടല്ലോ, ഒരു സ്ത്രീ പിന്നെ ബാക്കി 3 പേര്, ഇവരെല്ലാവരെയും അവിടെ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നു. അവരുടെ വായെല്ലാം തുണി ഉപയോഗിച്ച് മൂടുന്നുണ്ട്. എന്നിട്ട് പറയും അവനിപ്പോ ഇവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത് എന്നിങ്ങനെ പറയാണ്. അപ്പൊ ഇതെല്ലാം മാർത്ത എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് വേറെ എവിടെ പോയിട്ടില്ലായിരുന്നു. അവൾ കുറച്ച് മുകളിലായിട്ട് നിന്ന് തന്നെ ഇത് കാണുന്നുണ്ട്. പക്ഷെ അവളെ ആരും കാണുന്നില്ല. അപ്പോഴാണ് ആ വില്ലൻ പറയുന്നത്, ഓക്കെ, എന്റെ അച്ഛൻ എന്നോട് ഇവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്ന് എന്നോട് പറഞ്ഞിരുന്നു. എല്ലാവരുടെയും തോലുരിച്ച് കെട്ടിത്തൂക്കിയിടുക, അതാണെന്ന് പറയുന്നതും ഇപ്പൊ ഇവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവന്റെ കൂടെ ബാക്കിയുള്ള കുട്ടികളെ ഇവൻ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാവരും ഒരു പ്രത്യേകതരം മാസ്ക് എടുത്തിട്ട് ഇപ്പോ കെട്ടിത്തൂക്കിട്ടേക്കുന്ന അവരുടെ മുന്നിലേക്ക് വരും. എന്നിട്ട് ഒരു കത്തി കൊണ്ട് അവരുടെ നെഞ്ച് കീറി ആ സ്കിന്നുണ്ടല്ലോ, തൊലി, അതുമാത്രം വലിച്ചുരിഞ്ഞ്, അയ്യോ അതൊക്കെ കൊടൂര സീനാണ്, കാണിക്കാൻ പോലും കഴിയത്തില്ല. അതുപോലെ എല്ലാവരുടെ സ്കിന്നും വലിച്ചൂരി അങ്ങനെ ഇട്ടേക്കും. അതിലൊരുത്തനെ ഒഴിച്ച് എന്തായാലും നമ്മുടെ സ്പൈക്ക് മാത്രം ഈ കാര്യമൊന്നും ചെയ്യത്തില്ല. അവൻ കുറച്ച് മാറി നിൽക്കും. അങ്ങനെ സ്പൈക്കിന് ഇതൊന്നും കണ്ട് സഹിക്കാൻ കഴിയാതെ അവൻ പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് വീഴുന്നതും ഇപ്പോൾ ഹീറോയിൻ അവന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ ആദ്യം അവൻ ഹീറോയിനെ കണ്ട് പേടിക്കും, കാരണം ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തനാണല്ലോ. എന്നിട്ട് ഹീറോയിനെ നോക്കിയിട്ട് അവൻ പറയുന്നുണ്ട്, ഇല്ല എന്നെ കൊണ്ട് കഴിയത്തില്ല, പ്ലീസ് എന്നെ വിട്ടേക്ക്, എന്നെ കൊണ്ട് ഒരിക്കലും ഈ കൂട്ടത്തിൽ നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ എന്തോ നമ്മുടെ ഹീറോയിനും ഈ കൂട്ടത്തിൽ നിൽക്കാൻ താല്പര്യമില്ല എന്നവളുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്താന്ന് വെച്ചാൽ അവൾക്കും ഈ ലോകത്ത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഗ്രൂപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് അവൾ ഈ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്നത്. അപ്പൊ അവൾ എന്തായാലും നല്ലവളാണെന്ന് സ്പൈക്ക് മനസ്സിലാക്കുന്നതും ഇപ്പോൾ ഹീറോയിൻ പറയും, ഓക്കെ നീ എന്തായാലും ഇത് കാണണ്ട, നമുക്ക് രണ്ടുപേർക്ക് വെളിയിൽ തന്നെ ഇരിക്കാന്നും പറഞ്ഞു അവനെ വിളിച്ചിട്ട് ഇവര് രണ്ടുപേരും വെളിയിലിരിക്കുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് രാത്രിയാവുന്നതും നമ്മുടെ ഡോക്ടറിന്റെ അടുത്ത് കാണിക്കുമ്പോൾ ആ ഒരു ബോൺ ടെമ്പിൾ ഉണ്ടല്ലോ, അതിനുള്ളിലെ സാംസണും ഡോക്ടർ മുകളിലെ ചന്ദ്രനെ നോക്കി ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറയും, എന്റെ കയ്യിലുള്ള ഈ ഒരു മരുന്നെല്ലാം കഴിഞ്ഞു, ഈ മരുന്നുള്ളത് കൊണ്ടാണ് നീ ഇത്രയും സന്തോഷമായിട്ട് കഴിഞ്ഞത്, ഇതോടെ ഈ മരുന്ന് കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാവാൻ പോവാണ്, അതിനു മുന്നേ നിന്നെ കഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അവനെ കൊല്ലാൻ വേണ്ടി ഒരു വിഷസൂചി എടുത്ത് കുത്താനായിട്ട് വരുന്നതും ആ സോംബി ഉണ്ടല്ലോ സാംസൺ, അവനിപ്പോ മുകളിലേക്ക് നോക്കിയിട്ട് മൂണെന്ന് പറയും. എന്താന്ന് വെച്ചാൽ ചന്ദ്രൻ എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഡോക്ടറിന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു സോംബി ഇതുപോലെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ മരുന്ന് ബലിക്കുന്നുണ്ടെന്ന് ഡോക്ടറിന് മനസ്സിലായി. കഴിഞ്ഞ 28 വർഷത്തിലെ ഇത് ആദ്യമായിട്ടാണ് ഒരു സോംബി സംസാരിച്ച് ഡോക്ടർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവനെ കൊല്ലണ്ടെന്ന് വിചാരിച്ച ആ ഒരു സൂചി മാറ്റുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഗോഡൌണിൽ കാണിക്കുമ്പോൾ വില്ലൻ ഇപ്പോ ബാക്കി എല്ലാവരെയും കൊന്നു. ഇപ്പോ ഒരുത്തനെ മാത്രം കൊല്ലാതെ വെച്ചല്ലോ. അവരോട് വന്നിട്ട് പറയും, നിന്നെ കാണാനായിട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്, എന്റെ ടീമിൽ നിനക്ക് ചേരാനായിട്ട് താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവരിൽ നിന്നും ഒരാളെ നീ തിരഞ്ഞെടുക്കണം, അവരുമായിട്ട് നീ ഫൈറ്റ് ചെയ്യണം, ആ ഒരാളെ നീ കൊന്നു കഴിഞ്ഞാലേ എന്റെ ഗ്രൂപ്പിൽ നിനക്ക് ചേരാൻ കഴിയുമെന്ന് പറയുന്നതും അവൻ നോക്കിയത് ഇങ്ങനെ തലയാട്ടും. അപ്പൊ നമ്മുടെ ഹീറോയിനും സ്പൈക്കും ഇവര് രണ്ടുപേരും വെളിയെ നിൽക്കാണ്. ആ ഒരു പെണ്ണാണെങ്കിലോ രക്ഷപ്പെട്ട അവള് ഇതിന് മുകളിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പൊ ഇവൻ ഈ ഗ്രൂപ്പിൽ ആരായിരിക്കും വീക്കായിട്ടുള്ളത് എന്ന് വിചാരിച്ച് അതിൽ നേരത്തെ ഡാൻസ് കളിച്ച ഒരു പെണ്ണുണ്ടല്ലോ അവളെ സെലക്ട് ചെയ്യും. ഇപ്പൊ അവളെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അവൾ ആദ്യം ഒരു പാവത്തെ പോലെ ഇരുന്നിട്ട് ഒരു സൈക്കോ ചിരിയങ്ങ് ചിരിക്കും. എന്താന്ന് വെച്ചാല് അമ്മാതിരി സൈക്കോ പെണ്ണാണിത്. അവള് പറയും, എനിക്ക് കൊല ചെയ്യാനായിട്ട് ഒരാളെ കിട്ടിയിട്ടുണ്ട്, ഞാൻ തന്നെ ഇവനെ കൊല്ലുമെന്നും പറഞ്ഞ് ഇപ്പൊ അവന്റെ കെട്ടഴിച്ചിട്ട് വില്ലൻ അവനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഡേവിഡ്. ഓക്കെ, ഈ ഫൈറ്റ് കഴിഞ്ഞ് നീ വിൻ ചെയ്ത് കഴിഞ്ഞാല് നിന്റെ പേര് ഡേവിഡ് അല്ല ജിമ്മി എന്നാണ്. അങ്ങനെ ഡേവിഡിന്റെ കയ്യിൽ കത്തി കൊടുത്തിട്ട് ഇപ്പൊ ഓപ്പോസിറ്റ് ഉള്ള ആ ഒരു ജിമ്മിയായിട്ട് അവൻ ഫൈറ്റ് ചെയ്യാണ്. ഒരുപാട് നേരം ഫൈറ്റ് ചെയ്ത് അവസാനം ജിമ്മി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനോടൊപ്പം അവന് പിടിച്ചു നിൽക്കാൻ പോലും കഴിയുന്നില്ല. കാരണം നേരത്തെ തന്നെ പറഞ്ഞില്ല അവളൊരു സൈക്കോ പെണ്ണാണെന്ന്. ഇപ്പൊ അവന്റെ കൈ പിടിച്ചിട്ട് പലയിടങ്ങളിലും മുറിച്ച് അവനോട് പറയുന്നുണ്ട്, ഞാനൊരു വീക്കായിട്ടുള്ള പെണ്ണാണെന്ന് വിചാരിച്ചില്ല നീ എന്നെ സെലക്ട് ചെയ്തത്, അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്റെ മരണം വളരെ കൊടൂരമായിരിക്കും, പതിയെ പതിയെ മാത്രമേ നിന്നെ ഞാൻ കൊല്ലത്തുള്ളൂ. എന്നിട്ട് അവന്റെ ദേഹം മുഴുവനായിട്ട് മുറിച്ച് പതിയെ പതിയെ അവനെ വേദനിപ്പിക്കുമ്പോഴത്തേക്കും അവൻ കരയുന്നത് കണ്ടിട്ട് മാർത്തയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ മാർത്ത മുകളിലിരുന്നിട്ട് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്താൽ മതിയാവും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് മുകളിലൊരു കയറില് വലിയൊരു കൊക്കി കെട്ടിത്തൂക്കിട്ടേക്കുന്നു. അങ്ങനെ മാർത്ത അത് കണ്ടിട്ട് അവൾ എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ജിമ്മി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണാണെങ്കിലോ ഡേവിഡിന്റെ മുകളിലേക്ക് കയറിയിരുന്ന് അവന് വീണ്ടും കളിയാക്കി സംസാരിക്കാണ്. എന്നിട്ട് കൊല്ലാനായിട്ട് വരുന്നത് പെട്ടെന്ന് മുകളിലുള്ള ആ ഒരു കൊക്കി മാർത്ത അഴിച്ചു വിട്ടെന്ന് തോന്നുന്നു. അത് നേരെ വന്ന് അവളുടെ തലയിലേക്ക് ഒരു ഒറ്റയടി, വായിൽ നിന്നെല്ലാം രക്തം വീണിട്ട് അവൾ അങ്ങനെ പെടഞ്ഞ് താഴേക്ക് വന്ന് വീഴും.
അപ്പൊ ഇത് കണ്ട വില്ലനാണെങ്കിലും മാർത്തയെ കണ്ടിട്ട് അവളെ പിടിച്ച് കൊല്ലെന്ന് പറയുന്നതും ബാക്കിയുള്ളവര് അവളുടെ പിറകെ ഓടുമ്പോഴത്തേക്ക് അവൾക്ക് എങ്ങനെ രക്ഷപ്പെട്ട് പോകണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് ഡേവിഡ് ഉണ്ടല്ലോ, അവനിപ്പോ ഇഴഞ്ഞെഴിഞ്ഞ് ഇതിനകത്ത് തന്നെ ഒരു സിലിണ്ടർ ഉണ്ടായിരുന്നു, അതെടുത്ത് അങ്ങനെ കത്തിച്ചിട്ട് അടുത്തുള്ള മറ്റൊരു ജിമ്മി ഉണ്ടല്ലോ അവന്റെ ദേഹത്തേക്ക് തീ വെച്ചു കൊടുക്കുന്നതും അവന്റെ ദേഹം നല്ലതുപോലെ കത്തിപ്പിടിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ദേഹത്ത് പതിയെ പതിയെ തീ പിടിക്കുന്നതും ഇവിടെ ഹീറോയിനും സ്പൈക്കും രണ്ടുപേരും വെളിയിൽ നിന്നിട്ട് ഇതിനകത്തുള്ള ആ ഒരു കരച്ചിലും ശബ്ദവും എല്ലാം കേൾക്കുമ്പോഴത്തേക്കും ഹീറോയും പറയും, നീ ഇതെല്ലാം കേൾക്കണം, എന്നാലേ ഇവരോടൊപ്പം നിനക്ക് സർവൈവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ മാർത്തയുണ്ടല്ലോ, അവൾ ആ ഒരു ഷെഡിന് മുകളിലൂടെ എങ്ങനെയോ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു ഡോറും തുറന്ന് തീ പിടിച്ചവൻ വെളിയിലേക്ക് വന്ന് വീഴുന്നു. ഇപ്പോൾ ബാക്കി എല്ലാവരും പുറകെ തന്നെ വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വില്ലൻ നമ്മുടെ സ്പൈക്കിനെ നോക്കിയിട്ട് പറയും, ദേ ആ പെണ്ണ് അവിടേക്കാണ് പോയിട്ടുള്ളത്, അവളെ പോയി പിടിച്ചിട്ട് വരാൻ പറയുമ്പോൾ സ്പൈക്ക് മാർത്തയുടെ പിറകെ ഓടും. അങ്ങനെ കുറെ ദൂരം ഓടുമ്പോൾ മാർത്ത ആ ഗേറ്റിനടുത്ത് വന്ന് നിൽക്കുന്നതും ഇപ്പോൾ സ്പൈക്ക് പുറകെ അമ്പും ബില്ലോട്ട് വന്ന് ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ മാർത്ത എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുമ്പോൾ സ്പൈക്കിന് അവളെ കൊല്ലാണ്ട് കഴിയുന്നില്ല. എന്താന്ന് വെച്ചാല് മാർത്ത പ്രഗ്നന്റ് ആണ്. ഇതുകൂടിയാവുന്നത് സ്പൈക്ക്, ഇല്ല എന്നെ കൊണ്ട് കഴിയത്തില്ല, പ്ലീസ് നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ, ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങളോടൊപ്പം കൊണ്ടുപോകാനായിട്ട് പറയുമ്പോൾ മാർത്ത അങ്ങനെ പതിയെ സ്പൈക്കിനടുത്തേക്ക് നടന്നു വരും. സ്പൈക്ക് വിചാരിക്കും അവനെ കൊണ്ടുപോകുന്നത്. പെട്ടെന്ന് അവന്റെ വയറിലേക്ക് ഒരു ഒറ്റ ഇടി, അവനെ ഇടിച്ച് അവിടെ ഇട്ടിട്ട് അവൾ ഇവിടുന്ന് ഗേറ്റും തുറന്ന് അടുത്തുള്ള കാടിനകത്തേക്ക് ഓടി പോവാണ്. ഇപ്പൊ ഇവിടെയാണെങ്കിലോ ഈ ഒരു ഫാം മുഴുവനായിട്ട് കത്തിപ്പിടിച്ചു. വില്ലന്റെ കൂടെയുള്ള ആ ജിമ്മി ഉണ്ടല്ലോ, ഇപ്പോ മരിച്ചുപോയ ആ ഒരു പെണ്ണ്, അവള് ഇവരോടൊപ്പം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ വില്ലൻ ജിമ്മിക്ക് അതൊട്ടും സഹിക്കുന്നില്ല. അവൻ അലറി വിളിക്കുന്നുണ്ട്. ഇപ്പൊ സ്പൈക്ക് പതിയെ തിരിച്ച് നടന്നു വരുമ്പോൾ വില്ലൻ ചോദിക്കും, അല്ല നീ മാത്രം എന്താ തനിയെ വരുന്നേ, ആ പെണ്ണെന്തേന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ അവരോടൊപ്പം ഓടിപ്പോയില്ലേ, അടുത്തുള്ളൊരു കാടിനകത്ത് വെച്ചിട്ട് ഞാൻ ആ സ്ത്രീയെ കൊന്നു. അതെന്താ നീ കൊന്നത്? കാരണം ഞാൻ അവരെ പിടിച്ചുകൊണ്ട് വരാൻ ശ്രമിച്ചപ്പോൾ അവരെന്നെ അറ്റാക്ക് ചെയ്തു, വേറെ വഴിയില്ലാതെയാണ് ഞാൻ കൊന്നെന്ന് പറയുന്നതും വില്ലൻ പറയും, ശരി നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ, നീ എന്തുകൊണ്ടാ അവളുടെ തല അറുത്തോണ്ട് വരാഞ്ഞത്? ഇല്ലാന്നുണ്ടെങ്കിൽ അവളുടെ വയറിലുള്ള ആ ഒരു കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവരണമായിരുന്നു. ഇതൊന്നും നീ ചെയ്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്പൈക്ക് പെട്ടെന്ന് കരയാൻ തുടങ്ങും. ഹേയ് ഒരിക്കലും അത് ചെയ്യരുത്, അവളുടെ ശരീരം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ സ്പൈക്ക് പറയും, ഇല്ല കാടിനുള്ളിൽ എവിടെയാണ്, എനിക്കത് തിരിച്ചു കൊണ്ടുപോയിട്ട് ആ ഒരു സ്ഥലം കാണിക്കാൻ അറിയില്ല, മറന്നുപോയെന്ന് പറയുമ്പോൾ വില്ലൻ പറയും, ശരി അങ്ങനെയാണല്ലേ, എന്നാ നിന്നെ ഞാൻ ഇപ്പോൾ കൊടൂരായിട്ട് കൊല്ലാൻ പോവാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിനിടയിലേക്ക് നമ്മുടെ ഹീറോയും വന്നിട്ട് ഇവനെ കൊല്ലണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, സാർ നിങ്ങളുടെ അച്ഛനാണെന്ന് പറയുമ്പോൾ, എന്ത് എന്റെ അച്ഛനോ? മരിച്ചുപോയ എന്റെ അച്ഛൻ നിന്നോട് വന്ന് പറഞ്ഞതോ? അപ്പോൾ ഹീറോയും പറയും, അതെ ഞാൻ കണ്ടു ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങളുടെ അച്ഛനാണെന്ന് പറയുന്നതും വില്ലൻ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അവൻ ഈ ഒരു സാത്താന്റെ പേരും പറഞ്ഞിട്ടാണല്ലോ ഇവരെല്ലാവരെയും പറ്റിക്കുന്നത്. ഇപ്പൊ അതുപോലെ ഒരു അച്ഛൻ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അവനത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അല്ല എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ പോയി ചോദിക്കാന്ന് പറഞ്ഞ് നമ്മുടെ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടറുള്ള സ്ഥലത്തെ പറ്റിയാണ് ഹീറോയിൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ വില്ലൻ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ശരീരം മുഴുവൻ വേറൊരു കളറായിട്ട് ഈ സോംബികളുടെ നേതാവായിട്ടുള്ള ആൽഫയായിട്ട് സാധാരണ രീതിയിലാണ് നിന്നത്, അതും ആ ഒരു ആൽഫയെ കൺട്രോൾ ചെയ്ത്, അതുകൊണ്ട് അത് നിങ്ങളുടെ അച്ഛൻ തന്നെയാണെന്ന് പറയുന്നതും. ഇപ്പൊ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ജിമ്മി അവന്റെ കൂടെയുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് നമ്മുടെ ഡോക്ടറിന്റെ ആ ഒരു സ്ഥലമുണ്ടല്ലോ ടെമ്പിള്, അതിനെ കുറിച്ച് ദൂരെയായിട്ട് മാറി നിന്ന് ബൈനോക്കുലർ വഴി ഇങ്ങനെ നോക്കാണ്. പക്ഷെ ജിമ്മി ഈ ഒരു വില്ലൻ ഡോക്ടറിനെ ആദ്യമായിട്ട് കാണുവാണ്. ഹീറോയിൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോ തന്റെ അച്ഛനല്ലാന്ന് ഇവരുടെ മുന്നിലേ പറയാതിരിക്കാനും കഴിയത്തില്ല. അതുകൊണ്ട് കുറച്ചു നേരം അങ്ങനെ നോക്കിയിട്ട്, ശരി ഞാൻ പോയിട്ട് എന്റെ അച്ഛനോട് സംസാരിച്ചിട്ട് വരാം, നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുന്നും പറഞ്ഞ് വില്ലൻ നമ്മുടെ ഡോക്ടറെ കാണാനായിട്ട് അവിടേക്ക് പോകുന്നു. ഇവിടെ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ സാംസനെ കാണാത്തതുകൊണ്ട് അങ്ങനെ നോക്കിയിരിക്കാൻ അവൻ എവിടെ പോയെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കാണ് വില്ലൻ അവിടേക്ക് വന്ന്, അച്ഛാ നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ വീട്ടിൽ എഴുന്നേറ്റ്, എന്ത് നിന്റെ അച്ഛനോ? എന്നെ കാണാനായിട്ട് നിന്റെ അച്ഛനെ പോലെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇതേ കളറാണ്, ഇതുപോലെയൊക്കെയാണെന്ന് പറയുന്നതും നമ്മുടെ ഡോക്ടർ പറയും, ശരി നിന്റെ അച്ഛനെ പറ്റി പറയും എന്നും പറഞ്ഞ് ഡോക്ടർ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വില്ലൻ പറയും, ഈ ലോകത്തിന്റെ നാശത്തിന് കാരണമേ എന്റെ അച്ഛനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും സാത്താനാണെന്ന് പറയുമ്പോൾ ഓക്കെ നമ്മുടെ ഡോക്ടറിന് മനസ്സിലായി ഇവൻ ഏതോ ഒരു അന്ധവിശ്വാസിയായിട്ടുള്ള അത് സാത്താൻ ആരാധിക്കുന്ന ഏതോ ഒരു കൾട്ട് ഗ്രൂപ്പിലുള്ള ഒരുത്തനാണെന്ന്. എന്നിട്ട് ഡോക്ടർ പറയും, ഓക്കെ നീ വിചാരിക്കുന്നത് പോലെയുള്ള ഒരാളല്ല ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്, അതും ഒരു ഡോക്ടർ. അപ്പോൾ വില്ലൻ പറയും, അതെനിക്ക് നേരത്തെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, എന്റെ അച്ഛൻ നിങ്ങളെ പോലെയൊന്നുമല്ല. എന്നിട്ട് അവൻ എന്തുകൊണ്ടാണ് ഇതുപോലെ സാത്താനെ ആരാധിക്കാൻ കാരണം, അവന്റെ ഫാമിലിക്ക് എന്ത് സംഭവിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വില്ലൻ നമ്മുടെ ഡോക്ടറിനോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയും, സാർ എന്റെ കൂടെ എന്റെ ശിഷ്യരായിട്ടുള്ള കുറച്ചു പേരുണ്ട്, അവരുടെ മുന്നിൽ എന്റെ അച്ഛനായിട്ട് നിങ്ങളൊന്ന് അഭിനയിക്കണം, എന്നാലേ അവരെല്ലാവരെയും എന്റെ വഴിക്ക് എനിക്ക് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോക്ടർ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ സ്പൈക്ക് ഉണ്ടല്ലോ, അവൻ ഹീറോയിനോട് പറയുന്നുണ്ട് അതൊരിക്കലും ജിമ്മിയുടെ അച്ഛനല്ല, അയാളൊരു സാധാരണ ഡോക്ടറാണെന്ന് പറയുമ്പോൾ ഹീറോയിൻ അറിയത്തില്ലല്ലോ നമ്മുടെ സ്പൈക്കിന് അയാളെ നേരത്തെ അറിയാന്ന്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് രാത്രിയാവുന്നതും ജിമ്മി തിരിച്ച് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഇവരോട് പറയും, ഓക്കെ എന്റെ അച്ഛൻ്റെ അടുത്തേക്ക് നിങ്ങൾ എല്ലാവരും ഞാൻ കൊണ്ടുപോകും, പക്ഷേ എന്റെ അച്ഛൻ അത്രയും ദേഷ്യക്കാരനാണ്, അതുകൊണ്ട് നിങ്ങൾ ആരും അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കരുത്.
ഞാൻ മാത്രമേ എൻ്റെ അച്ഛനോട് സംസാരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെടുത്തും. അതുപോലെ ഇപ്പോഴുള്ള കറക്റ്റായിട്ടുള്ള സമയത്ത് ഞാൻ തന്നെ നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോവാം എന്നെല്ലാം കുറെ റൂളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവന്റെ ആ ഒരു കള്ളത്തരം പൊളിയാതിരിക്കാൻ വേണ്ടി. ഇതിൽ നമ്മുടെ സ്പൈക്കിന് മാത്രമല്ലേ അറിയത്തുള്ളൂ ഇവൻ കാണിക്കുന്നതെല്ലാം വെറും കള്ളമാണെന്ന്. ഇപ്പൊ അത് കഴിഞ്ഞ് രാത്രിയാവുന്നത് നമ്മുടെ ഡോക്ടറിന്റെ അടുത്തേക്ക് സാംസൺ ഉണ്ടല്ലോ അവൻ വരുന്നു. അവന് വീണ്ടും അവർ മരുന്ന് കുത്തിവെച്ചിട്ട് ഇപ്പൊ അവന് പതിയെ ഒരു മനുഷ്യനായിട്ട് മാറി തുടങ്ങാണ്. കാരണം അവന്റെ പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കുറെ നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ നമ്മുടെ സ്പൈക്കിനെ കാണിക്കുമ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി അവൻ തന്റെ ബാഗ് കൊടുത്ത് ആരും കാണാതെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ ഓടിപ്പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു സോംബി വന്ന് അവനെ തടയുന്നു. അവനാണെങ്കിൽ ആ ഒരു സോംബിയെ കൊല്ലാൻ വേണ്ടി അതിന്റെ മുകളിലേക്ക് കയറിയിരുന്ന് അതിനെ ഒരു കത്തി വെച്ച് അങ്ങനെ വെട്ടിക്കൊല്ലുന്നതും പെട്ടെന്ന് പിറകിലൂടെ ഇവരുടെ കൂടുതലുള്ള വേറൊരുത്തൻ നമ്മുടെ സ്പൈക്കിനെ കണ്ടുപിടിച്ച് അവന്റെ പിറകെ വന്നിട്ട് നീ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാനല്ലേ ശ്രമിച്ചത്, നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സ്പൈക്കിനെ കൊല്ലാൻ വേണ്ടി അവൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ പിറകെ വന്നിട്ട് ആരോ ഒരാൾ അവനെ കൊല്ലുന്നു. അതാരാണെന്ന് കാണിക്കുമ്പോൾ വേറെ ആരുമില്ല, ഹീറോയിൻ. അങ്ങനെ അവനെ കൊന്നതിന് ശേഷം നമ്മുടെ സ്പൈക്കിനെ അവിടെ നിന്നും തിരിച്ചു കൊണ്ടുവരാണ്. അപ്പോൾ സ്പൈക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇല്ല, എനിക്കിങ്ങനെ ഇവരോടൊപ്പം ജീവിക്കാണ്ട് കഴിയത്തില്ല, ഞാൻ ഈ ലോകത്ത് ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും അതൊരിക്കലും നിന്നെ കൊണ്ട് കഴിയത്തില്ല, കാരണം ഞാനും ഈ ഒരു ലോകത്ത് ഒറ്റയ്ക്ക് ജീവിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിന്നെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല, നമുക്ക് ഇതുപോലൊരു ഗ്രൂപ്പ് ആവശ്യമാണെന്നും പറഞ്ഞ് അവനെ വീണ്ടും ജിമ്മിയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരും. അപ്പോഴാണ് ജിമ്മി ചോദിക്കുന്നത് അല്ല എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും സ്പൈക്കും ജിമ്മിയോട് പറയും സാർ, ആ ജിമ്മി നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിച്ചു, അവന് സാറിന്റെ അച്ഛനെ കാണണ്ടാന്ന്. ആ പേടിയിലാണ് അവൻ ഓടിപ്പോയത്. ഞാൻ ഒരുപാട് തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ എന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്തു, വേറെ വഴിയില്ലാതെ ഞാൻ അവനെ കൊല്ലുമായിരുന്നെന്ന് ഇവര് രണ്ടുപേരും ഒരു കള്ളം പറയും. അപ്പൊ ആ ഒരു വില്ലൻ അത് വിശ്വസിക്കാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതേ സമയം നമ്മുടെ ഡോക്ടറിനെ കാണിക്കുമ്പോൾ ഡോക്ടർ വീണ്ടും സാംസണിന് വേണ്ടി അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്, അവൻ വരുമോ ഇല്ലേ എന്നറിയാൻ വേണ്ടി. അതേസമയം ഇവിടെ സാംസണെ കാണിക്കുമ്പോൾ അവനിപ്പോ പതിയെ ഒരു മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ട്. അവന്റെ ശരീരത്തിലെ ആ ഒരു വൈറസ് എല്ലാം മാറിപ്പോകുന്നുണ്ട്. ഇപ്പൊ ഒരു പുഴയുടെ അടുത്ത് വന്നിരുന്ന് ദേഹമെല്ലാം കഴുകിയിട്ട് അവിടെ നിന്നും ഈ ഒരു സോംബികളുടെ കൂട്ടം ഇവരെല്ലാവരും താമസിക്കുന്ന ഒരു ട്രെയിൻ ഉണ്ട്, അതിനുള്ളിലേക്ക് സാംസൺ കയറിയിരിക്കും. അങ്ങനെ ഒരു സീറ്റിലിരിക്കുമ്പോഴാണ് 28 വർഷങ്ങൾക്ക് മുന്നേ സാംസൺ ഇതുപോലെ സോംബിയായിട്ട് മാറുന്നതിന് മുന്നേ ഒരു മനുഷ്യനായിട്ടിരിക്കുമല്ലോ. ആ സമയത്തുള്ളൊരു കാര്യം അവൻ ഓർക്കുന്നത്. ഇപ്പൊ അവനും അവന്റെ ഫാമിലിയായിട്ട് ട്രെയിനിൽ അങ്ങനെ യാത്ര പോകുന്നതും ആ ട്രെയിനിലെ TTR വന്നിട്ട് അവനോട് ടിക്കറ്റ് ചോദിക്കുന്നു. അപ്പൊ അവൻ പെട്ടെന്ന് എന്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ലാന്ന് ഇങ്ങനെ പറയുമ്പോൾ നോക്കുമ്പോഴത്തേക്കും ആ ട്രെയിനിൽ മുഴുവനായിട്ടും ബാക്കിയുള്ള സോംബികൾ വന്നിട്ടുണ്ട്. സാംസൺ ആണെങ്കിൽ ഇപ്പോൾ ഒരു മനുഷ്യനായിട്ട് മാറി. ഇപ്പൊ അവന്റെ മുന്നിൽ നിൽക്കുന്നതോ വേറൊരു സോംബി. പെട്ടെന്ന് ഇവനൊരു മനുഷ്യനാണെന്ന് അത് മനസ്സിലാക്കുന്നതും ഈ സോംബികളെല്ലാം കൂടി സാംസണെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. കാരണം ഇതിനു മുന്നേ സോംബി ആയിട്ടുള്ള സമയത്ത് സാംസൺ ഇവരുടെ നേതാവായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അവനൊരു മനുഷ്യനാണ്. അങ്ങനെ എല്ലാ സോംബികളും വന്ന് അവനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവന്റെ ശരീരമൊക്കെ അറിയാലോ, അവൻ അങ്ങനെ തിരിച്ച് ഇവരെയും അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു സോംബികളെല്ലാം അറ്റാക്ക് ചെയ്യുന്നത് സോംബികള് സാംസനെ കടിക്കുന്നുണ്ട്. അവിടെയാണ് മറ്റൊരു കാര്യം, സാംസൺ വീണ്ടും ഒരു സോംബിയായിട്ട് മാറുന്നില്ല. എന്താന്ന് വെച്ചാല് ആ മരുന്ന് അവന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വൈറസിന് അവന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് കഴിയുന്നില്ല. ഇപ്പൊ അതേ സമയം നമ്മുടെ ഡോക്ടറിനെ കാണിക്കുമ്പോൾ ഡോക്ടർ അവന്റെ ആ ഒരു ബോൺ ടെമ്പിളിൽ പല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ചെയ്യാണ്. എന്താന്ന് വെച്ചാല് വില്ലനും അവന്റെ ഗ്രൂപ്പും വരുമ്പോഴത്തേക്കും അവരെല്ലാവരെയും വരവേൽക്കാൻ വേണ്ടിയിട്ടും അവന്റെ അച്ഛനാണെന്നല്ലോ പറഞ്ഞത്, അതുപോലെ സാത്താൻ അതുപോലെ എല്ലാം ആക്കാൻ വേണ്ടി പലയിടങ്ങളിലെ ലൈറ്റ് എല്ലാം കത്തിച്ചു വെച്ച് ഇപ്പൊ രാത്രിയാവുന്നതും നമ്മുടെ വില്ലൻ അവന്റെ കൂടെയുള്ള എല്ലാവരെയും വിളിച്ച് ഇതിനകത്തേക്ക് വരികയാണ്. നമ്മുടെ സ്പൈക്കിന് ഈ സ്ഥലം നേരത്തെ തന്നെ അറിയാം, പക്ഷെ അവൻ മാസ്ക് ഇട്ടയക്കുന്നത് കൊണ്ട് ഡോക്ടറിനെ അവനെ കാണാൻ കഴിയത്തില്ല. അങ്ങനെ എല്ലാവരും അകത്തേക്ക് വരുന്നതും നമ്മുടെ ഡോക്ടർ സെറ്റ് ചെയ്തു വെച്ച രീതിയിൽ തന്നെ അവിടെയുള്ള മ്യൂസിക് എല്ലാം ഇട്ടിട്ട് അതേപോലെ തന്നെ ഒരു സാത്താന്റെ രീതിയിൽ ഈ തീയിന്റെ ഉള്ളിലൂടെ നടന്നെല്ലാം വന്ന് ഇവരുടെ മുന്നിലേക്ക് വന്ന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഡാൻസ് എല്ലാം കളിക്കുന്നു. ഇത് കാണുന്ന ബാക്കിയുള്ള ആ ഒരു ചെറുപ്പക്കാര് ഇവരെല്ലാവരും ജിമ്മി പറഞ്ഞതുപോലെ തന്നെ അവന്റെ അച്ഛനാണ്, അവനൊരു സാത്താനാണെന്നെല്ലാം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതെല്ലാം കണ്ടിട്ട് അവർ നല്ലതുപോലെ പേടിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ നേതാവിന്റെ അച്ഛനാണെന്ന് പറയുമ്പോൾ അത്രയും വലിയ പവറുള്ള ഒരാളാണല്ലോ. അങ്ങനെ എല്ലാ ബിൽഡപ്പും കഴിഞ്ഞ് ആ ഒരു ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ വില്ലൻ നേരത്തെ തന്നെ ഡോക്ടറിനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം ഡോക്ടർ ഇവരോട് പറയാണ്, ഞാനാണ് നരകത്തിന്റെ അധിപൻ, എനിക്ക് ശേഷം എന്റെ മകനാണ് അത് ഭരിക്കാൻ പോകുന്നത്, നിങ്ങളെല്ലാവരും അവന്റെ സഹായികളായിട്ട് കൂടെ തന്നെ ഉണ്ടാവണം, അവന് സേവ ചെയ്യണം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇതെല്ലാം കേട്ട വില്ലൻ ഇവരോട് പറയുന്നുണ്ട്, എന്റെ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ, എന്റെ അച്ഛന് ശേഷം ഞാനാണ് നിങ്ങളെല്ലാവരെയും ഭരിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങളെല്ലാവരും കേൾക്കാവൂ. അതും കൂടാതെ നമ്മുടെ ഡോക്ടർ പറയാത്ത ചില കാര്യങ്ങളും വില്ലൻ കൈ നിട്ട് പറഞ്ഞിട്ട് അച്ഛ ഇതുപോലെയല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഡോക്ടറിനൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഡോക്ടറിന് അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഡോക്ടർ അതേതെല്ലാം പറയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്പൈക്കിനെ ഡോക്ടർ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു മാസ്ക് കഴിച്ച് മാറ്റുന്നതും അത് സ്പൈക്ക് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ ഡോക്ടറിന് മനസ്സിലായി എന്തായാലും ഇവനെ കുട്ടികളെല്ലാം അടിമപ്പെടുത്തിയാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർ ഇപ്പോൾ മറ്റൊരു കാര്യം, ഈ വില്ലൻ പറയാത്ത വേറൊരു കാര്യം പറയും. ഓക്കെ മോനെ, നിന്നോട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ വില്ലൻ ചോദിക്കും, എന്താച്ചാ, എന്താ പറയേണ്ടത്, ഇനിയൊന്നും പറയാനില്ലല്ലോ, പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും,
ഇല്ല, ഒരു കാര്യം കൂടിയുണ്ട്. ദൈവം പിതാവിനെ എങ്ങനെയാണ് കുരിശിലേറ്റി ബലി കൊടുത്തത്, അതുപോലെ തന്നെ നീയും എനിക്ക് വേണ്ടി ഒരു ബലി നൽകണം. അത് നീയായിട്ട് തന്നെ ചെയ്യണം. അതാണ് എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം നിന്റെ ശിഷ്യന്മാർ തന്നെ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ വില്ലനെ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായി പോയി. കാരണം നമ്മുടെ ഡോക്ടർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വില്ലനെ പണി കൊടുക്കുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഹീറോയിന് സന്തോഷമായിട്ട് ഹീറോയി പെട്ടെന്ന് കത്തി വലിച്ചൂരി. ഓക്കെ, അതുപോലെ തന്നെ ചെയ്യാന്ന് പറഞ്ഞ് വില്ലന്റെ അടുത്തേക്ക് വരുമ്പോൾ വില്ലൻ പെട്ടെന്ന് നിർത്ത്, അയാൾ പറഞ്ഞതെല്ലാം വെറുതെയാണ്. ഇപ്പൊ ഇവിടെ സംഭവിച്ചതെല്ലാം വെറും നാടകം മാത്രമാണ്. ഇയാൾ സാത്താനുമല്ല, എന്റെ അച്ഛനുമല്ല. അതിപ്പോ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വില്ലൻ അവന്റെ കയ്യിലുള്ള കത്തിയെടുത്ത് ഡോക്ടറിന്റെ വയറിലേക്ക് ഒരു ഒറ്റ കുത്ത്. രക്തം വരുമ്പോഴത്തേക്കും എന്തേ കണ്ടില്ലേ, ഒരു സാത്താനെ ഇതുപോലെ കുത്തു വാങ്ങിക്കാൻ കഴിയൂ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ഹീറോയിനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ബാക്കിയുള്ള രണ്ടുപേരാണെങ്കിലോ അപ്പൊ ഇയാൾ സാത്താനല്ലേ എന്നും പറഞ്ഞിട്ട് അവർക്കൊന്നും മനസ്സിലാവാൻ നിൽക്കുമ്പോൾ വില്ലൻ പറയും ഓക്കെ, ജിമ്മിയെ കൊല്ലാൻ പറയുന്നതും നമ്മുടെ ഹീറോയിനെ കൊല്ലാനായിട്ട് ഒരുത്തം വരുമ്പോൾ ഹീറോയിൻ കത്തി എടുത്തിട്ട് അവന്റെ നെഞ്ചിലേക്ക് ഒരു ഒറ്റ കുത്ത്. അതേപോലെ തന്നെ കൂടെയുള്ള വേറൊരു പെണ്ണുണ്ടല്ലോ ജിമ്മി എന്ന് പറഞ്ഞിട്ട്, അവളെയും നമ്മുടെ ഹീറോയിൻ കൊല്ലുന്നു. ഇപ്പൊ ബാക്കിയുള്ളത് നമ്മുടെ വില്ലൻ മാത്രം. വില്ലൻ അങ്ങനെ ഇതെല്ലാം കണ്ട് പേടിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ സ്പൈക്ക് അവന്റെ കയ്യിലുള്ള കത്തിയെടുത്ത് വില്ലനെ ഒറ്റ കുത്ത്. വില്ലൻ താഴെ വീഴുന്നതും ഹീറോയിൻ അവിടേക്ക് വന്ന് വില്ലൻ അടിച്ച് താഴെ കിട്ടിട്ട് ഇപ്പൊ സ്പൈക്ക് നേരെ ഡോക്ടറിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് പറയുന്നത്, ഡോക്ടർ കെൽസൺ, ഞാൻ കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത്. ഞങ്ങൾ ഇവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കുമല്ലായിരുന്നു. എന്തിനാ അവൻ തന്നെ കണ്ടുപിടിച്ചെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, സ്പൈക്ക്, നീ ഒരു കാരണവശാലും കരയരുത്. മരിക്കുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. ഞാൻ എപ്പോഴേ മരിക്കേണ്ടതാണ്. അതുകൊണ്ട് നീ സന്തോഷമായിട്ട് ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനോടൊപ്പം സ്പൈക്കിനെ പറഞ്ഞു വിടുന്നതും ഇവര് രണ്ടുപേരും അവിടെ നിന്ന് വരുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്തിട്ടാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വില്ലൻ അത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ, അവൻ എന്തെങ്കിലും ശിക്ഷ വേണം. കാണിക്കുമ്പോൾ വില്ലനെ ആ കുരിശില് തല കീഴായിട്ട് കൈയും കാലെല്ലാം അടിച്ചിങ്ങനെ വെച്ചേക്കാണ്. അവൻ വേദന കാരണം കിടന്ന് കരയുന്നതും ഇപ്പോൾ നമ്മുടെ സാംസനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ആ ട്രെയിനിലുള്ള എല്ലാ സോംബികളെയും കൊന്നിട്ട് തിരിച്ച് ഡോക്ടറിന്റെ അടുത്തേക്ക് വരാണ്. ഇവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും വില്ലനെ തലകീഴായിട്ട് അടിച്ചു വെച്ചേക്കുന്നു. നേരെ ഡോക്ടറിന്റെ അടുത്തേക്ക് വന്ന് ഡോക്ടറിന് ഈ ഒരു അവസ്ഥ പറ്റിയല്ലോ, അതുകൊണ്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഡോക്ടറിനോട് ഒരു താങ്ക്സ് പറയുന്നുണ്ട്. കാരണം അതാണ് അവൻ ഇപ്പോഴും ഒരു മനുഷ്യനായിട്ട് നിൽക്കാൻ കാരണം ഈ ഡോക്ടറാണ്. എന്നിട്ട് ഡോക്ടറിന്റെ ശരീരം അവിടെ നിന്ന് പൊക്കിയെടുത്തോണ്ട് പോകുന്നതും ഇപ്പൊ നമ്മുടെ വില്ലൻ അവിടെ കിടന്നിട്ട് എന്നെ ആരെങ്കിലും രക്ഷിക്കണമെന്നെല്ലാം പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കുമ്പോൾ വേറൊരു സോംബി അവിടേക്ക് വന്ന് വില്ലനെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ 28 years എന്ന് പറഞ്ഞ ആ ഒരു മൂവിയുടെ ഫസ്റ്റ് ഹീറോ ഉണ്ടല്ലോ, കിലിയൻ മർഫി, അവനെ കാണിക്കുകയാണ്. അവൻ ഇപ്പോൾ തന്റെ മകളുമായിട്ട് ഒരു വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കുകയാണ്. ഈ സോംബികളുടെ ഇടയിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ജനാലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ രണ്ട് കുട്ടികൾ അവിടെ നിന്ന് ഓടി വരുന്നു. കാണുമ്പോൾ തന്നെ അറിയാം അത് ഹീറോയിനും അതേപോലെ തന്നെ സ്പൈക്കും ആണെന്ന്. ഇവരെ രണ്ടുപേരും സോംബികൾ ഓടിക്കുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ ഹീറോ തന്റെ മകളുമായിട്ട് കുറെ ദൂരെ നിന്ന് ഒരു തോക്കും വെച്ചിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി ഇവര് രണ്ടുപേരും അവിടെ നിന്ന് മറ്റൊരു വശത്തേക്ക് നടന്നു പോകുന്നതും ഇതിന്റെ അടുത്ത പാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ലീഡും തന്നിട്ടാണ് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നത്. അപ്പൊ എന്തായാലും അടുത്ത പാർട്ടിന് വേണ്ടി നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയിറ്റിംഗ് ആണ്. വരുമ്പോഴത്തേക്കും കാണാം, നമ്മള് ഫസ്റ്റ് പാർട്ടിന്റെ ഇൻട്രോയില് കിലിയൻ മർഫിയെ പോലെ തന്നെ സോംബി ആയിട്ടുള്ള ഒരാളെ കണ്ടിരുന്നു. അന്നൊരാൾ കമന്റ് ചെയ്തു, ഇത് ഇപ്പോഴത്തേക്കല്ല, ഇനി വരുന്ന പാർട്ടുകളിലായിരിക്കും കിലിയൻ മർഫിനെ കാണിക്കാൻ പോകുന്നത് എന്നെല്ലാം അന്നേ പറഞ്ഞിരുന്നു. അപ്പൊ അടുത്ത പാർട്ടിൽ എന്തായാലും നമുക്ക് കിലിയൻ മർഫിനെ കാണാൻ കഴിയും. ആ ഒരു മൂവി ഇനി എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് അടുത്ത പാർട്ട് വരുമ്പോഴത്തേക്കും മനസ്സിലാക്കാം. അതുവരെയും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.